ആ എന്നിട്ടേക്ക് കേട്ട് നമ്മൾ ഇറങ്ങി പോകണം. ആഹാ അവരെടുത്തോണ്ട് പോകും. അപ്പം ഇത് ഇടിക്കുന്നതിനും വരെ കുഴപ്പമില്ല. ഇത് പറയുന്നില്ല, നമ്മുടെ പിള്ളേർ തൂറുകയോ പിടുത്തമോ ഒക്കെ ആയിരിക്കും. ആ അതാ ഞാൻ പറഞ്ഞത്. ഇടിച്ച് രാത്രി 3 ഉണക്കൊക്കെയാണ് ആ ഇടിക്കുന്നത്. അതൊരു പ്രത്യേക ബാധ്യത. ആ ഇടിച്ച് ചിലപ്പോൾ 5 കാണും 6 കാണും. ഇത് നമ്മൾ എല്ലാം പാറ്റി പെറുക്കി നമ്മൾ തളമാറി നമുക്ക് കരുത്തില്ല. ഇത് തേക്കനെ കൊണ്ടുപോകാനാ, അല്ലെങ്കിൽ തുണ്ടുമായിട്ട് കൊണ്ടുപോകാൻ ഇടിച്ചവിടെ കൊണ്ടുപോകാൻ നമ്മൾ മുറ്റത്ത് കൊണ്ട് വെക്കും. എന്തേലും ഒന്ന് കൊടുക്കും. പക്ഷെ അവരെടുത്തോണ്ട് അവൻ വീട്ടിൽ പോകും. അന്നത്തെ കാലമൊക്കെ അതായിരുന്നു. അല്ല ഞാനതുകൊണ്ട് ചോദിച്ചു, ഈ ഇടിച്ച് ഈ സാധനം കുത്തി നെല്ലോ അവലോ ഈ സാധനം ആകുന്നതിനും വരെ കുഴപ്പമില്ല. കുഴപ്പമില്ല. ഇപ്പം ഈ അമ്പലം പണിയുന്ന സമയത്താണെങ്കിലും ഞാനിത് ചിന്തിച്ചിട്ടുണ്ട്. ഏതാ ഇത് കല്ല് കെട്ടുന്നതും ഈ പറയുന്ന ഇതിൻ്റെ ഇത് അടിക്കുന്നതും ഇത് എല്ലാം ചെയ്യുന്നത് ഇതാണ്. അകത്തെ പൂജയുടെ കാര്യങ്ങൾ വരുന്ന സമയത്തേക്ക് പിന്നെ നമുക്കൊരു ഇതില്ല. ആ അപ്പം ഞാനത് പലപ്പോഴും ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്, എടാ എന്തുകൊണ്ടാണ്. പക്ഷേ ആറന്മുള അമ്പലത്തിൽ അങ്ങനെ അല്ലാതെ ഈ മലയരെന്ന് പറയുന്ന ആൾക്കാർ, മലയര് എനിക്ക് അതിന് കൂടുതൽ മലയരെന്നാണ് പറയുന്നത്. അപ്പം ഈ ശബരിമല ഭാഗത്തൊക്കെ അവരുണ്ടെന്നാവും ഞാൻ അരയരോ. അപ്പം ഇവര് ഒരു 800 വർഷം മുമ്പുള്ളൊരു പുസ്തകത്തിനകത്ത് ഒരു ഗ്രന്ഥമാണ്. ആ ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇവര് ആ ക്ഷേത്രത്തിനകത്തിൽ നിന്നുള്ള ഭഗവാന്റെ വിഗ്രഹം എടുത്തുകൊണ്ട് വന്ന് ഭഗവാന്റെ ദോഷം മാറ്റാൻ, ഇപ്പം നമ്മൾ ഈ ദോഷം മാറ്റുമല്ലോ എന്ന് പറയുന്ന ആ ഒരു കർമ്മത്തിൽ പ്രധാനികളായിരുന്നു അവർ മലയന്മാർ. അവർ ഭഗവാന്റെ ദോഷം മാറ്റാനായിട്ട് അമ്പലത്തിനകത്ത് നിന്ന് എടുത്തുകൊണ്ട് വരുമെന്ന് നിസ്സാര കാര്യമല്ലല്ലോ. അപ്പോൾ ആ സമയത്ത് രാജാവ് ഉൾപ്പെടെയുള്ള ആൾക്കാർ, ഈ പറഞ്ഞ നാരങ്ങാനം ഉൾപ്പെടുന്ന എല്ലാ സ്ഥലത്തു നിന്നുള്ള ആൾക്കാർ അവിടെ വരുമായിരുന്നു. വന്നിട്ട് എൺമർ സാമന്തർ ചേര രാജാവ് ആയിരുന്നു ഇത് ചെയ്ത് കാണാനായിട്ട് വരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു പാട്ടുണ്ട്, ഒരു പാട്ട് കൃതിയാണ് അത്. 13-ാം നൂറ്റാണ്ട് അല്ലെ 12-ാം നൂറ്റാണ്ട്. ഓ ഇല്ല, നമ്മളും ഇല്ല. കാരണം അത് കഴിഞ്ഞിട്ട് എനിക്കൊന്ന് മാർത്താണ്ഡവർമ്മയുടെ കാലത്തോടു കൂടിയിട്ടായിരിക്കാം ഒന്നുകിൽ ഇത് മൊത്തം നാമാവശേഷമായി പോയത്. അതല്ലെങ്കിൽ എന്ന് വെച്ചാൽ പല കാര്യങ്ങളും ഇവിടെ ആറന്മുള എന്നാന്നറിയോ, തിരുവാറന്മുള എന്നാ. തിരുവഞ്ചനും അനന്തരം 2 മലയന്മാരാ. ആറന്മുള തിരുവഞ്ചൻ തിരുവഞ്ചനും നരേന്ദ്രനും 2 മലയന്മാരാ. അങ്ങനെ യാത് പറയുന്നില്ല. അല്ലല്ല പറഞ്ഞു, അത് കറക്റ്റായിട്ട് പറഞ്ഞു. ഒന്നുകൂടെ പറഞ്ഞ് മലയന്മാരുടെ പറയാമോ?